എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ടിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല, കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസൊക്കെ ചെയ്യാം വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. വീഡിയോ എടുക്കാനുള്ള മൈൻഡായിട്ട് പോയതല്ല, പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ട് അങ്ങനെ പോയതാണ്. നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു SM സ്ട്രീറ്റിൽ നിന്ന് കയറണം. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മാത്രമല്ല ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര വെയിലാണ്. ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ വെയിൽ കണ്ടപ്പോൾ വിചാരിച്ചു ഇവിടെ ഒന്ന് പോയിട്ട് അവിടെ ഒടുക്കത്ത് വെയിലാവുമല്ലോ, അപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറയുമ്പോൾ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുള്ള മൈൻഡിലാണ് നടക്കുന്നത്. പക്ഷേ ഒടുക്കത്തെ വെയിൽ, പിന്നെ ഭയങ്കര തിരക്ക്, ഇത് രണ്ടും കാരണം കൊണ്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ നടന്ന് കുറേ എല്ലതും കണ്ട്, പിന്നെ അധികം വിലക്കുറവ് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ തപ്പി നടക്കണം വിലക്കുറവൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ആയപ്പോൾ പിന്നെ അതിനൊന്നും ടൈമും ഇല്ല ഇനി. പിന്നെ വെയിലൊക്കെ ഉണ്ടായപ്പോൾ അതിനുള്ള ക്ഷമയില്ല. അങ്ങനെ എല്ലതും നടന്ന് കണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ആയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ SM സ്ട്രീറ്റിൽ പോയി വാങ്ങാൻ, പിന്നെ അവിടെ ചെരുപ്പിനൊക്കെ നല്ല ഓഫർ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു 300 രൂപയ്ക്ക് 2 ജോഡി ചെരുപ്പ് കിട്ടുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഒന്നും കയറി നോക്കിയില്ല, ചുമ്മാ അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടോ. ഒന്നും വാങ്ങാത്തതുകൊണ്ട് തന്നെ പിന്നെ വേഗം തന്നെ പോകുന്നതിന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു പാർക്ക് പോലെ എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ. അതിന് മുന്നേ പോയിട്ടില്ല, പിന്നെ അനിയൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കാമല്ലോ, കുറച്ച് നേരം വിശ്രമിക്കാതിരിച്ച്. ഭയങ്കര വെയിലല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സമാധാനമായി. അങ്ങനെ പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പോലെ കയറി. പിന്നെ അവിടെ ഇരിക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലമൊന്നും ഇല്ലേന്ന് കേട്ടോ. കൂടുതലും ഓരോന്നൊക്കെ പൊടി പിടിച്ചതും അങ്ങനത്തെ സ്ഥലമാണ്. പിന്നെ അവിടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ക്ഷീണം കൊണ്ട്. അത് നോക്കൂ, ആ ഒരു പ്രതിമ നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കറിയില്ല, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ എന്തോ യോഗ എന്തോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രതിമയാണ്. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പിന്നെ ക്ഷീണമൊക്കെ മാറിയിട്ടു. അതിൽ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഇനി ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച് വേഗം പോവാണ്. അപ്പോൾ ഓട്ടോ വിളിച്ചപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ചൂടായാണ്ട് കേട്ടോ പറയണം. അപ്പോൾ പിന്നെ ആ ഓട്ടോയിൽ കയറിയില്ല, എന്തോ ദേഷ്യത്തോടെ പറയുന്നു. അതിൽ പിന്നെ വേറെ ഓട്ടോ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. കുറേ നേരം അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫൈസി അതിൻ്റെ പിറകെയായിരുന്നു. അപ്പോൾ അങ്ങനെ ടൈം പോയി. പിന്നെ അതിനൊക്കെ വില ചോദിച്ചു, ഒക്കെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത്. പിന്നെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറേ നേരം കടലിൽ കണ്ടിങ്ങനെ നിന്നു. അവിടെ ബോട്ടിങ്, അതേമാതിരി ഒട്ടകം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ റേറ്റൊക്കെ ചോദിച്ച് നടക്കിനി. അപ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അഫോർഡബിളായിട്ടുള്ളതൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റ് ചോദിച്ച് നടക്കുകയാണ്. അവിടെയുള്ള ബോട്ടിൽ കയറാൻ ഞങ്ങൾക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ വില ചോദിച്ചപ്പോൾ അതിന് ഒരാൾക്ക് 250 രൂപ. അത് മാത്രമല്ല അത് ഒരുപാട് ദൂരത്തേക്ക് പോകണ്ട. അപ്പോൾ കടലിൽ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ടെൻഷൻ, അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ച്. ഫൈസിക്കൊക്കെ ഒട്ടകപ്പുറത്ത് കയറണം ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് സാധിച്ചു, അത് കയറിട്ടോ. അത് ഒട്ടകത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 100 കേട്ടോ. ചെറിയ കുട്ടിയാണെങ്കിലും 100 രൂപ കൊടുക്കണം. അപ്പോൾ പിന്നെ ഒട്ടകപ്പുറത്ത് കയറി. എനിക്ക് കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒരു ബാക്ക് പെയിനിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് പിന്നെ ഞാനത് കയറിയില്ല കേട്ടോ. അപ്പോൾ അനിയത്തിയാണ് കയറിയത്, അനിയത്തിയും ഫൈസിയാണ് കയറിയത്. പിന്നെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, വെയിലുണ്ടായിട്ട് തോന്നുന്നുണ്ട് വീഡിയോ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തപ്പോൾ തീരെ വരുന്നില്ല.
അപ്പോൾ പിന്നെ ഫുള്ള് ബ്രൈറ്റ്നെസ്സിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുറേ സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഇട്ടത് കിട്ടാനിട്ട്. ഏതായാലും ഒപ്പിക്കാം. വെയിലായിട്ട് ഇടയ്ക്ക് ക്ലിയർ പോകുന്നു, പിന്നെ ക്ലിയർ വരുന്നു. എനിക്ക് തോന്നുന്നു വെയിൽ അടിച്ചിട്ടാണെന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ടൊരു കോണിയൊക്കെ വെച്ചിരും കേട്ടോ. കുട്ടികളൊക്കെ ഒരു കയറ്റി തരും, വലിയ ആൾക്കാർക്ക് കോണി വെച്ചിരും, ആദ്യം മുതൽ ചവിട്ടി ഇറങ്ങിയാൽ മതി. അങ്ങനെ അതും കഴിഞ്ഞു. ഫൈസിക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദൂരത്തേക്ക് പോകണപ്പോൾ എനിക്ക് ചെറിയൊരു പേടി, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറണ്ടെന്നാണ്ട് ഉറപ്പിച്ച്. പിന്നെ അതിൻ്റെ ടിക്കറ്റിൻ്റെ വില, പിന്നെ ഒട്ടകം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കേട്ടോ ഒരു കുതിരയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുതിരമ്മ കയറാൻ ഇനി പൈസ കൊടുക്കണ്ടേ, അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഏതായാലും ഒട്ടകപ്പുറത്ത് കയറിയല്ലോ, കുതിരപ്പുറത്ത് ഞാൻ മുന്നേ കയറിയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കയറിയില്ല കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു, പിന്നെ ഓരോന്നൊക്കെ വാങ്ങി തിന്നു. ഉപ്പിലിട്ടത് വാങ്ങണം എന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അത് ഉമ്മ ഇങ്ങനെ പറയൂ കേട്ടോ, വേണ്ട കഴിക്കണ്ട, അതിലെന്തൊക്കെയോ ആസിഡൊക്കെ ചേർക്കും അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചില്ല. പിന്നെ ഞാൻ കഴിച്ചാൽ പൈസക്കോൽക്കൊക്കെ കൊടുക്കേണ്ടി വരും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കേടായാലും സീനാവുമല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങി കഴിച്ചില്ല. പിന്നെ പൈസക്ക് 2-3 ടോയ്സൊക്കെ വാങ്ങി, പട്ടം വാങ്ങി പറപ്പിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ, കുട്ടികളായിട്ട് പോയോണ്ട് ഓനോടെ ഓരോ വികൃതി കാണിക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഒഴിവ് കിട്ടിയ സമയത്ത് ഞാൻ ഓരോരോ ഷോർട്ടായിട്ട് ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നല്ല, അത് അപ്ലോഡ് ചെയ്യൊന്നുമില്ല, കുറേ വട്ടം ഇങ്ങനെ എടുക്കണം, അതുകൊണ്ട് പിന്നെ എനിക്ക് അത് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അനിയത്തിങ്ങനെ ചോദിക്കുന്നത് എന്താ വെറുതെ എടുത്തിട്ട് ജോഡി ഇടൂല, പിന്നെ എന്തിനാ അത് എടുക്കണമെന്ന് ഇങ്ങനെ ചോദിച്ച് പിന്നെ മൂട് പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോന്നിട്ടോ, ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്തണം, അതുകൊണ്ട് പിന്നെ വേഗം പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.